നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ പാഠത്തിൻ്റെ ബാലൻസ് ആയിട്ട് കുറച്ചും ഭാഗം കൂടി ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. പ്രധാനമായിട്ടും പീരിയോഡിക് വിൻഡ്സ്, ലോക്കൽ വിൻഡ്സ്, സൈക്ലോൺസ് ആൻഡ് ആൻറ്റിസൈക്ലോൺസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ. അതിന് മുമ്പുള്ള കാര്യങ്ങൾ പ്രഷർ ബെൽറ്റിൽ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ ട്രേഡ് വിൻഡ്, വെസ്റ്റേർലി വിൻഡ്സ്, ഇതൊക്കെ നമ്മൾ സുജോമാഷ് നിങ്ങൾക്ക് എടുത്ത് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഭാഗങ്ങൾ ഇതോടുകൂടി നമ്മുടെ ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ തീരുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് വരെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ബാലൻസ് ആയിട്ട് ഈ ഒരു ക്ലാസ്സോടുകൂടി നമുക്കിത് കഴിയുന്നതാണ്. അപ്പോൾ ഈ പാഠം മുഴുവനും തന്നെ ഇതോടുകൂടി നമ്മൾക്ക് കഴിയുകയാണ്. അപ്പം നിങ്ങൾ ഈ ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക. പ്രധാനമായിട്ടും നമ്മളിൻ്റെ അകത്ത് പറയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്സ്. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് വീണ്ടും അത് വായിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതൊക്കെ പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ ലോക്കൽ വിൻഡ്സിൽ വരുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് നമുക്ക് സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്, മൗണ്ടൻ ബ്രീസ്, അതുപോലെ തന്നെ വാലി ബ്രീസ്. ഇതൊക്കെ ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അല്ലെങ്കിൽ ഡിഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യാസം എഴുതാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ സൈക്ലോൺസ് ആൻഡ് ആൻറ്റിസൈക്ലോൺസ് അതെന്താണെന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതിൻ്റെ ഡയറക്ഷൻ എന്താണെന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയ്ക്കകത്ത് പറയുന്ന കാര്യങ്ങൾ. അതനുസരിച്ച് നിങ്ങൾ ഈ വീഡിയോ കണ്ട് അത് മനസ്സിലാക്കി വീണ്ടും പഠിക്കുക. അല്ലാതെ വെറുതെ ഒന്ന് കണ്ടിട്ട് മാത്രം എന്നിട്ട് കാര്യമില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കി വീണ്ടും പഠിക്കുക. അപ്പം നിങ്ങൾ പഠിക്കാതെ മനസ്സിലാക്കാതെ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഇത് വെറുതെ ഒന്ന് കണ്ടുപോയതുകൊണ്ട് മാത്രം കാര്യമാവുകയില്ല. പലപ്പോഴും പലരോടും ചോദിക്കുമ്പോൾ കണ്ടില്ല, കേട്ടില്ല എന്നൊക്കെ പറയുന്നതാണ് കേൾക്കുക. പക്ഷേ നമ്മൾ ഇത്രയും നിങ്ങൾക്ക് ഇട്ട് തരുമ്പോൾ അതനുസരിച്ചുള്ള എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കണം. നിങ്ങൾ കാണണം, പഠിക്കണം. Periodic winds. Winds which repeats only during certain intervals of time. Such winds are called periodic winds. Periodic winds are two types: seasonal periodic winds, local periodic winds. കാലികവാതങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആഗോളവാതങ്ങൾ ഏകദേശം ഒരേ ദിശയിൽ സ്ഥിരമായി വീശുന്ന വാദങ്ങളാണ് ആഗോളവാദങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. ഇവയിൽ ചിലത് താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായിട്ട് അനുഭവപ്പെടുന്നതാണ്. ഇവയാണ് നമ്മൾ പ്രാദേശിക വാദങ്ങളെന്ന് പറയുന്നത്. അതിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു: പ്രാദേശിക കാലികവാദങ്ങളെന്നും മറ്റ് പ്രാദേശിക കാലികവാദങ്ങളെന്നും. കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ. ഇപ്പോൾ എന്താണ് മൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൗസീം എന്ന അറബി പദത്തിൽ നിന്നാണ് ഇത് രൂപാന്തരം പ്രാപിച്ചിട്ടുള്ളത്. കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകളാണ് മൺസൂൺ. ഒരു വർഷകാലയളവിനുള്ളിൽ കാറ്റിൻ്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ എന്ന് പറയുന്നത്. മൺസൂൺ മീൻസ് winds that change direction in accordance with the season. Monsoon is a seasonal reversal of wind in a year. അടുത്ത മൺസൂൺ രൂപം കൊള്ളുന്നതിന് കാരണമായ ഘടകങ്ങളാണ്: 1. സൂര്യൻ്റെ അയനം, 2. കൊറിയോലിസ് പ്രഭാവം, 3. തപനത്തിലെ വ്യത്യാസങ്ങൾ. ഇപ്പോൾ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് മൺസൂൺ വിൻഡ്സ്. മൺസൂൺ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമായ ഘടകങ്ങൾ: ഫസ്റ്റ് വൺ, ദി അപ്പറൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ. സെക്കൻഡ് വൺ, കൊറിയോലിസ് ഫോഴ്സ്. തേർഡ് വൺ, ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ്. മൺസൂൺ കാറ്റുകൾക്ക് ഉദാഹരണമാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ്, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്സ്. ഫസ്റ്റ് വൺ, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതാണ് നമ്മുടെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അച്ചുതണ്ടിൻ്റെ സവിശേഷമായ ചെരിവ് മൂലം സൂര്യപ്രകാശം ചില മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് മുകൾ ഭാഗത്തായിട്ട് ലംബമായിട്ട് പതിക്കുന്നു. ഇങ്ങനെ പതിക്കുമ്പോൾ ഉത്തരായന രേഖയ്ക്ക് കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ താപനില കൂടുതലാകുന്നതിന് കാരണമാകുന്നു. ഇതോടൊപ്പം തന്നെ മർദ്ദരേഖകളും ഉത്തരാർദ്ധഗോളത്തിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന ഈ കാലയളവിൽ
ഉത്തരാർദ്ധഗോളത്തിലേക്ക് അല്പമായിട്ട് സഞ്ചരിക്കുന്നു. ഒരു 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ അതിന് ചലനം സംഭവിച്ച് ഉത്തരാർദ്ധ വടക്കോട്ട് നീങ്ങുകയാണ്. ഒപ്പം തന്നെ ഇൻ്റർട്രോപ്പിക്കൽ കൺവർജൻ്റ് സോൺ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയും വടക്കോട്ട് നീങ്ങുന്നു. ഈ സമയം വടക്കോട്ട് നീങ്ങുന്ന ഈ സമയം തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ മധ്യരേഖ കടന്ന് ഉത്തരാർദ്ധഗോളത്തിലേക്ക് കടന്നു വരികയും മധ്യരേഖ കടക്കുന്നതോടുകൂടി കൊറിയോലിസ് പ്രഭാവത്തിൻ്റെ സ്വാധീനത്താൽ അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിച്ച് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് വീശുവാനായിട്ട് തുടങ്ങുന്നു. ഉയർന്ന ചൂട് മൂലം ഈ സമയത്ത് സൂര്യപ്രകാശം ലംബമായിട്ട് പതിക്കുന്നതുകൊണ്ട് അവിടെ ലഭിക്കുന്ന ഉയർന്ന ചൂട് മൂലം കരയിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം സമുദ്രോപരിതലത്തിലൂടെ നീങ്ങുന്ന ഈ കാറ്റുകളെ അങ്ങോട്ട് ആകർഷിക്കുകയും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാം സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ ദിശ എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ്. സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണത് വീശുന്നത്. ഇനി നമുക്ക് നോക്കാം ദിശയുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഇതിനെ സമ്മർ മൺസൂൺ എന്ന രീതിയിലും ഇത് അറിയപ്പെടുന്നുണ്ട്. നോക്കുക, സൺറൈസ് ഫോൾസ് വെർട്ടിക്കലി ടു ദ നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ ഡ്യൂറിങ് സർട്ടൻ മന്ത്സ് ഡ്യൂ ടു ദ ടിൽറ്റ് ഓഫ് ദ എർത്ത് ആക്സിസ്. അപ്പം നമുക്കറിയാം സൂര്യൻ്റെ പ്രകാശം ലംബമായിട്ട് ഭൂമധ്യരേഖയ്ക്ക് നോർത്തോളം ഭാഗങ്ങളിൽ പതിക്കുന്നു ചില മാസങ്ങളിൽ, കാരണം ഭൂമിയുടെ സവിശേഷമായ ചെരിവ് കൊണ്ട്. ഇതെന്ത് ചെയ്യുന്നു? ഇറ്റ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ അലോങ് ദ റീജിയൻ ത്രൂ വിച്ച് ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസസ്. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഈ പ്രദേശങ്ങളിൽ ടെമ്പറേച്ചർ കൂട്ടുന്നതിന് ഇതിന് കാരണമാകുന്നു. ഒപ്പം തന്നെ നോക്കിക്കേ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ദ പ്രഷർ ബെൽറ്റ് ഓൾസോ ഷിഫ്റ്റ് സ്ലൈറ്റ്ലി ടുവേഴ്സ് നോർത്ത് വേർഡ് ഓൾസോ മൂവ്സ് ടുവേഴ്സ് ദ ട്രോപ്പിക് ഓഫ് കൺവർജൻ്റ് സോൺ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ബെൽറ്റുകൾ നീങ്ങും, അതോടൊപ്പം തന്നെ ഇൻ്റർട്രോപ്പിക്കൽ കൺവർജൻ്റ് സോണും നോർത്തിലേക്ക് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് ഇതിൻ്റെ ഫലമായിട്ട് നോക്കിക്കേ ദ ട്രേഡ് വിൻഡ്സ് അക്രോസ് ഇക്വേറ്റർ യെറ്റ് ഗെറ്റ് റിഫ്ലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഇൻ ടു എ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് കൊറിയോലിസ് ഇഫക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ട്രേഡ് വിൻഡ് വാണിജ്യവാദങ്ങൾ ഇക്വേറ്റർ കടക്കുകയും അത് രൂപാന്തരം പ്രാപിച്ച് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് മാറുകയും ചെയ്യുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് കൊറിയോലിസ് ഇഫക്റ്റ് ആണ്. ലോ പ്രഷർ ഫോംസ് over the land due to the intense day temperature attract these sea winds and further contributes to the formation of southwest monsoon winds. അപ്പം കരയിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം കടലിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഈ വീശുന്ന കാറ്റുകളെ കരയിലേക്ക് ആകർഷിക്കുകയും അങ്ങനെ സൗത്ത് വെസ്റ്റ് മൺസൂൺ രൂപം കൊള്ളുകയും ചെയ്യുന്നു. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാണും. അപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞതാണ് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് 5 മുതൽ 10 ഡിഗ്രി വരെയാണ് അത് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് നോക്കിയേ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ICTS എന്ന് പറഞ്ഞോനെ ഇൻ്റർട്രോപ്പിക്കൽ കൺവർജൻ്റ് സോൺ ഏകദേശം ട്രോപ്പിക്കൽ ക്യാൻസറിൻ്റെ അടുത്തു കൂടിയാണിത് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രദേശങ്ങളിലേക്ക് ഈ ട്രേഡ് വിൻഡ്സ് ഇങ്ങനെ ചെരിഞ്ഞ് വീശുകയും കാരണം ഇക്വറ്ററിൻ്റെ ആ ഒരു ഏരിയ കിടക്കുന്നതോടുകൂടി അതിൻ്റെ ദിശയ്ക്ക് ഡയറക്ഷന് വ്യത്യാസം സംഭവിച്ച് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലായിട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്സ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഇപ്പോൾ നമ്മൾ കണ്ടു സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് നേരെ നോർത്തിലേക്ക് കയറിയിട്ടുണ്ട്. അത് തിരിച്ചു പോകുന്ന റിട്ടേണിംഗ് ആണ് ഇതെന്ന് പറയുക നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്സ്. ഇതുണ്ടാകുന്നത് നമുക്ക് ശൈത്യകാലങ്ങളിലാണ്, പ്രത്യേകിച്ച് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇത് ഉണ്ടാകുന്നത്. ഇനി ഈ സമയത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഉത്തരാർദ്ധഗോളത്തിലെ വൻകരകൾക്ക് ഇപ്പം കരംഭാഗങ്ങളിൽ ശൈത്യകാലമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? അവിടെ ഉച്ചമർദ്ദമാണ് രൂപം കൊള്ളുക. ഏതിനെ അപേക്ഷിച്ച്? ഇന്ത്യൻ ഓഷ്യനെ അപേക്ഷിച്ച്. അപ്പം ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു. ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിലെ വൻകരയിൽ നിന്ന് കാറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വീശുന്നതിന് കാരണമാകുന്നു. ഇത് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ ശക്തി പ്രാപിക്കുകയും ഇങ്ങനെ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളായിട്ട് രൂപാന്തരപ്പെടുകയുമാണ് ചെയ്യുന്നത്.
ഇപ്പം നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്സ് ഇപ്പം വീശുന്ന കാലഘട്ടമാണ് നിങ്ങൾക്ക് ഇവിടെ അറിഞ്ഞിരിക്കുന്നു. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലാണിത് സാധാരണഗതിയിൽ വീശുന്ന. ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ആസ് എ റിസൾട്ട് ദ ഫോർമേഷൻ ഓഫ് ഹൈ പ്രഷർ സോൺസ് ഓവർ ദ ഏഷ്യൻ ലാൻഡ് മാസ് ഡ്യൂറിംഗ് ദ വിൻ്റർ ആൻഡ് ലോ പ്രഷർ സോൺസ് ഓവർ ദ ഇന്ത്യൻ ഓഷൻ. The northeast trade winds get strengthened. These are the northeast monsoon winds. ഇപ്പം ഏകദേശം മൺസൂൺ വിൻഡ്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഈ ശക്തി പ്രാപിക്കുന്നതോടുകൂടി എന്ത് ചെയ്യുന്നത്, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളും രൂപം കൊള്ളുന്നതിന് കാരണമാവുകയാണ് ചെയ്യുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് കരക്കാറ്റും കടൽക്കാറ്റും. അപ്പം നിങ്ങൾക്കിവിടെ ഞാൻ തന്നിരിക്കുന്ന ചെറിയൊരു നിർവചനമാണ്. പേരിനോട് ചേർന്നിട്ട് നമുക്കതിനെ നിർവചിക്കുവാനായിട്ട് സാധിക്കും. കരക്കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റിനെയാണ് കരക്കാറ്റെന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന ഈ കാറ്റ് വീശുന്ന സമയം എപ്പോഴാണ്. അപ്പം കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശുന്നത് രാത്രി കാലങ്ങളിലാണ്. അപ്പം നിങ്ങളുടെ പുസ്തകത്തിലേക്ക് ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. രാത്രി കാലങ്ങളിൽ കര പെട്ടെന്ന് തന്നെ കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കുന്നത് മൂലം അവിടെ ഉച്ചമർദ്ദം രൂപം കൊള്ളുകയും കടലിൽ മുകളിൽ ന്യൂനമർദ്ദമാണ് രൂപം കൊള്ളുന്നത്. ഇതിന് ഫലമായി കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശുന്നതിന് കാരണമാകുന്നു. ഇതാണ് കരക്കാറ്റെന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും എഴുതിയാൽ മതി. അതുകൊണ്ടാണ് ചെറിയൊരു ഡെഫിനേഷനായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇനി അടുത്ത് തന്നിരിക്കുന്ന കടൽക്കാറ്റെന്ന് പറയുന്നത് പേരിനോട് ചേർന്ന് നമുക്ക് പറയാൻ പറ്റും. കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റിനെയാണ് കടൽക്കാറ്റെന്ന് പറയുന്നത്. ഇനി കടൽക്കാറ്റ് രൂപം കൊള്ളുന്നത് നമ്മൾ പറഞ്ഞ കരക്കാറ്റ് രൂപം കൊള്ളുന്ന രാത്രിയാണ് എങ്കിൽ, അങ്ങനെയെങ്കിൽ കടൽക്കാറ്റ് രൂപം കൊള്ളുന്ന എപ്പോഴായിരിക്കും? പകൽ സമയത്താണ്. പകൽ സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? കര സൂര്യൻ്റെ പ്രകാശം മൂലം പെട്ടെന്ന് തന്നെ ചൂട് പിടിക്കുന്നു. അതുകൊണ്ട് തന്നെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നത് കൊണ്ട് അവിടെ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു. ഏതിനെ അപേക്ഷിച്ച്? കടലിനെ അപേക്ഷിച്ച്. അപ്പം കടലിൽ എന്തായിരിക്കും ഉണ്ടാകുക? ഉച്ചമർദ്ദമാണ്. അപ്പം കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശുന്നതിന് കാരണമാകുന്നു. ഇതാണ് കടൽക്കാറ്റെന്ന് പറയുന്നത്. അതിൻ്റെ ചിത്രമാണ് നിങ്ങൾക്ക് അടുത്ത് തന്നിരിക്കുന്നത്. കരക്കാറ്റിൻ്റെയും കടൽക്കാറ്റിൻ്റെയുമാണ്. ലാൻഡ് ബ്രീസ് കരക്കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിലാണ് ഉണ്ടാകുന്നത്, നമുക്ക് മനസ്സിലാകും. Land breeze and sea breeze. The wind blows from land to sea. This is known as land breeze. The wind blows from sea to land. This is known as sea breeze. ഇതുണ്ടാകുന്നത് ഏത് സമയത്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സീ ബ്രീസ് ഉണ്ടാകുന്നത് പകൽ സമയത്താണ്. പകൽ സമയത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഡേ ടൈമിൽ എന്തായിരിക്കും സംഭവിക്കുക? ഡേ ടൈമിൽ സൂര്യൻ്റെ പ്രകാശം മൂലം എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തന്നെ ഭൂമി ചൂട് പിടിക്കുകയാണ്. കരംഭാഗം പെട്ടെന്ന് ചൂട് പിടിക്കുന്നു. ദ ലാൻഡ് ഹീറ്റ് അപ്പ് ക്വിക്ലി ഡ്യൂറിങ് ദ ഡേ ടൈം. ദീസ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ലോ പ്രഷർ ഓവർ ദ ലാൻഡ് വിച്ച് കോസസ് ദ കമ്പാരിറ്റീവ്ലി കൂളർ എയർ ടു ഫോൾ ഫ്രം ദ സീ. ദിസ് ഈസ് നോൺ ആസ് സീ ബ്രീസ്. എന്നാൽ ഇനി ലാൻഡ് ബ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സമയത്താണ് രൂപം കൊള്ളുന്നതെന്നും നൈറ്റ് ടൈമിലാണ്. അതാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആസ് എ ലാൻഡ് കൂൾസ് ഫാസ്റ്റർ ദാൻ ദ സീ ഡ്യൂറിംഗ് ദ നൈറ്റ്, ഇറ്റ് വുഡ് ബി ഹൈ പ്രഷർ ഓവർ ദ ലാൻഡ് ആൻഡ് ലോ പ്രഷർ ഓവർ ദ സീ. ദിസ് റിസൾട്ട്സ് ദ മൂവ്മെൻറ്റ് ഓഫ് ദി എയർ ഫ്രം ദ ലാൻഡ് ടു സീ. ദിസ് ഈസ് നോൺ ആസ് ലാൻഡ് ബ്രീസ്. അപ്പം അതിൻ്റെ ഏത് സമയമാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ അടുത്ത് വരുന്നതാണ് പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്. ഇതേപോലെ ഒരു മാർക്കിനുള്ള ഡെഫിനേഷനായിട്ടുള്ള ചെറിയൊരു നിർവചനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പർവ്വതക്കാറ്റെന്ന് പറയുന്നത് പർവ്വതങ്ങളിൽ നിന്ന് താഴ്വരകളിലേക്ക് വീശുന്ന കാറ്റിനെ പർവ്വതക്കാറ്റെന്ന് പറയുന്നു. ഒപ്പം തന്നെ താഴ്വരക്കാറ്റെന്ന് പറഞ്ഞാൽ താഴ്വരകളിൽ നിന്നും പർവ്വത ചെരുവുകളിലേക്ക് വീശുന്ന കാറ്റിനെ താഴ്വരക്കാറ്റെന്നും പറയുന്നു. അപ്പം നമുക്ക് നോക്കാം താഴ്വരക്കാറ്റുകൾ രൂപം കൊള്ളുന്നത് എപ്പോഴായിരിക്കുമെന്ന് പറയുന്നത്. ഇനി ഏത് സമയത്തായിരിക്കും താഴ്വരക്കാറ്റുകൾ രൂപം കൊള്ളുന്നത്? താഴ്വരക്കാറ്റുകൾ രൂപം കൊള്ളുന്ന പകൽ സമയത്താണ്. പകൽ സമയത്ത് പർവ്വതങ്ങളുടെ മുകൾ ഭാഗത്തെ വായു പെട്ടെന്ന് തന്നെ ചൂട് പിടിക്കുന്നത് കൊണ്ട് അവിടെ എന്തുണ്ടാകുന്നു? ന്യൂനമർദ്ദമാണ് രൂപം കൊള്ളുക. ഇതിനെ അപേക്ഷിച്ച്? താഴ്വരകളെ അപേക്ഷിച്ച്. അതുകൊണ്ട് താഴ്വരകളിൽ നിന്നും പർവ്വത ചെരുവുകളിലേക്ക് കാറ്റുകൾ വീശുന്നു. ഇതിനെ എന്ത് പറയുന്നു? താഴ്വരക്കാറ്റെന്ന് പറയുന്നു. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്ന അങ്ങനെയെങ്കിൽ പർവ്വതക്കാറ്റുകൾ രൂപം കൊള്ളുന്നതോ രാത്രി സമയങ്ങളിലാണ്.
രാത്രി സമയങ്ങളിൽ എന്തായിരിക്കും സംഭവിക്കുക? രാത്രി കാലങ്ങളിൽ പർവ്വതങ്ങളുടെ മുകൾ ഭാഗം പെട്ടെന്ന് തണുക്കുന്നത് മൂലം അവിടെ ഉച്ചമർദ്ദം രൂപം കൊള്ളുന്നു. ഇതിനെ അപേക്ഷിച്ച് താഴ്വരകളെ അപേക്ഷിച്ച്. അതുകൊണ്ട് താഴ്വരകളിലേക്ക് പർവ്വത ചെരുവുകളിൽ നിന്നും കാറ്റ് വീശുന്നതിന് കാരണമാകുന്നു. ഇതാണ് പർവ്വതക്കാറ്റെന്ന പേര് അറിയപ്പെടുന്നത്. അപ്പം അതിൻ്റെ ചിത്രം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പർവ്വതക്കാറ്റ് എപ്പോഴാണ് രൂപം കൊള്ളുന്നതെന്നും താഴ്വരക്കാറ്റ് രൂപം കൊള്ളുന്നതിൻ്റെയും ചിത്രം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് മൗണ്ടെയിൻ ആൻഡ് വാലി ബ്രീസ്. The wind blows upslope from the valley. This is known as valley breeze. The wind blows from the mountain to valley. This is known as mountain breeze. അപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഏത് സമയത്താണിത് രൂപം കൊള്ളുന്നു എന്നുള്ളത്. അപ്പം വാലി ബ്രീസ് രൂപം കൊള്ളുന്നത് ഏത് ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് ഡേ ടൈം. ഡ്യൂറിങ് ദ ഡേ ടൈം ദി എയർ ഇൻ ദ വാലി ഗെറ്റ്സ് ഹീറ്റഡ് മോർ ദാൻ ദി എയർ ഓൺ ദ മൗണ്ടെയിൻ സ്ലോപ്പ്. As a result, the wind blows upslope from the valley. This is known as valley breeze. ഇനി അതോടൊപ്പം തന്നെ അടുത്തതാണ് മൗണ്ടെയിൻ ബ്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രൂപം കൊള്ളുന്നത് ഇത് ഡേ ടൈമിലാണെങ്കിൽ മൗണ്ടെയിൻ ബ്രീസ് എപ്പോഴായിരിക്കും? നൈറ്റ് ടൈം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്യൂറിങ് ദ നൈറ്റ് ടൈം the air of the mountain regions cools due to the intense cold condition in that region. As cool air is denser, it blows towards the valley. This is known as mountain breeze. അടുത്ത ലോക്കൽ വിൻഡ്സ് അല്ലെങ്കിൽ പ്രാദേശിക വാദങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്തായിരിക്കും പ്രാദേശിക വാദങ്ങൾ എന്ന് പറയുന്നത്? മറ്റു കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയൊരു പ്രദേശത്ത് മാത്രമായിട്ട് അനുഭവപ്പെടുന്ന കാറ്റുകളെയാണ് നമ്മളെന്ത് പറയുക? പ്രാദേശിക വാദങ്ങൾ എന്ന് പറയുന്നത്. ദ ലോക്കൽ വിൻഡ്സ് ആർ വിൻഡ്സ് ഹൂസ് അഫക്റ്റ് ലിമിറ്റഡ് ഇൻ എ കമ്പാരിറ്റീവ്ലി സ്മോളർ ലൊക്കാലിറ്റി. അപ്പോൾ അങ്ങനെ അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട ലോക്കൽ വിൻഡ്സ് പ്രാദേശിക വാദങ്ങളുടെ ആണ് നമുക്ക് ലൂ, മാംഗോ ഷവേഴ്സ്, കാൽബൈശാഖി, ചിനൂക്ക്, ഹെർമാൻറ്റൻ, ഫോൺ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട പ്രാദേശിക വാദങ്ങൾ ലോക്കൽ വിൻഡ്സ് എന്ന് പറയുന്നത്. ഇനി ലൂ, മാംഗോ ഷവർ, അതുപോലെ തന്നെ കാൽബൈശാഖി, ഇത് മൂന്നും ഇന്ത്യയിൽ വീശുന്ന പ്രധാനപ്പെട്ട പ്രാദേശിക വാദങ്ങളാണ്. ലൂ വീശുന്ന ഉഷ്ണക്കാറ്റാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് ഇത് വീശുന്നത്. അത് ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഈ കാറ്റുകൾ ഉത്തരേന്ത്യൻ സമുദ്രത്തിലെ വേനൽക്കാലത്ത് തീഷ്ണത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ദക്ഷിണേന്ത്യയിൽ വീശുന്ന കാറ്റാണ് മാംഗോ ഷവർ. കാരണം എന്താണ്? ഈ കാറ്റ് വീശുന്ന സമയത്ത് ധാരാളമായിട്ട് മാമ്പഴങ്ങൾ പൊഴിയുന്നതിന് കാരണമാകുന്നു. അതുകൊണ്ടാണ് അതിനെ മാംഗോ ഷവേഴ്സ് എന്ന പേര് പോലും ലഭിക്കുന്നത്. ഇനി അടുത്ത് വന്നിരിക്കുന്നതാണ് ചിനൂക്ക് ആണ്. ചിനൂക്ക് വീശുന്നത് എവിടെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് വടക്കേ അമേരിക്കയിലെ റോക്കി നിരയുടെ കിഴക്കൻ ചെരുവുകളിൽ വീശുന്ന കാറ്റുകളാണ് ചിനൂക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കാറ്റുകളുടെ ഫലമായിട്ട് റോക്കി പർവ്വതങ്ങളുടെ കിഴക്കേ ചെരുവുകളിലെ മഞ്ഞുരുകി മാറുന്നതിന് കാരണമാകുന്നു. അതുകൊണ്ട് അതിനെ അറിയപ്പെടുന്ന പേരാണ് മഞ്ഞുതീനി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ശൈത്യകാലത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് ഇത് കാരണമാകുന്നു. അങ്ങനെ ഈ പ്രദേശങ്ങളിൽ ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാക്കി മാറ്റുന്നതിനും ഈ കാറ്റ് സഹായിക്കുന്നുണ്ട്. ഇതാണ് പറഞ്ഞത്. ചിനൂക്ക് ഈസ് എ ലോക്കൽ വിൻഡ് ദാറ്റ് blows down the eastern slope of the Rocky Mountains in northern America. As a result of these winds, the snow along the eastern slope of the Rockies melt away. The term Rockies means snow eater. The terms that suit to its peculiarity. Since these winds reduce the severity of the cold, it is useful for the wheat cultivations in the Canadian land. അടുത്തതാണ് ഫോൺ. ഫോൺ എന്ന് പറയുന്നത് ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വരകളിലേക്ക് വീശുന്ന കാറ്റാണ് ഫോൺ എന്ന് പറയുന്നത്. ഈ പ്രദേശങ്ങളിലെ മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ഈ പ്രദേശത്തെ തണുപ്പിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് കാരണമാകുന്നതാണ്. Fohn is the wind that blows down the northern slope of the Alps mountains. ഇനി അടുത്ത് നമുക്ക് തന്നിരിക്കുന്നതാണ് ഹെർമാൻറ്റൻ ആണ്. ഇത് വീശുന്നത് സഹാറ മരുഭൂമിയിലെ വടക്ക് പടിഞ്ഞാറും ഭാഗത്തായിട്ടാണ് വീശുന്നത്. ഇതാണ്
ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് വടക്ക് ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക കാറ്റാണ് ഹെർമാറ്റൻ എന്ന് പറയുന്നത്. പൊതുവെ ഈർപ്പം നിറഞ്ഞ അസുഖകരമായ കാലാവസ്ഥ നിറഞ്ഞു നിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഈ കാറ്റ് വീശുന്നതോടുകൂടി അവിടെ മെച്ചപ്പെട്ട ഒരു കാലാവസ്ഥ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. അതുകൊണ്ട് ജനങ്ങൾ അവർക്ക് ഇതിനിട്ടിരിക്കുന്ന പേരാണ് ഡോക്ടർ ഹെർമാറ്റൻ എന്നാണ് ജനങ്ങൾ ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് ഹെർമാറ്റൻ ഈസ് എ ട്രൈ വിൻഡ് which blows from the Sahara Desert towards the West Africa. On the arrival of these winds, the humid and sultry conditions of the West Africa to improve significantly. Hence, people called these winds are Dr. Hermann. ഈ ഹെർമാറ്റൻ കാറ്റുകൾ വീശുന്ന സമയത്ത് ഉണ്ടാകുന്ന ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത്രയേറെ പൊടിപടലങ്ങളോട് കൂടിയിട്ടാണ്. സഹാറ മരുഭൂമിയുടെ പ്രത്യേകത നമുക്കറിയാം. മരുഭൂമി ആകുമ്പോഴത്തേക്ക് മണൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഈ കാറ്റുകൾ വീശുന്നതിന് ഫലമായിട്ട് ഇതേപോലെ മണലുകളാണ് അവിടെ നിന്നും നീക്കം ചെയ്യപ്പെടുന്നത്. നമ്മൾ ഇത്രയും നേരം പഠിച്ച പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്, കരക്കാറ്റ്, കടൽക്കാറ്റ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. കടൽക്കാറ്റും കരക്കാറ്റും. കടലും കരയും ഒരുപോലെ ചൂടുപിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നില്ല. കര താരതമ്യേന വേഗം ചൂടുപിടിക്കുകയും വേഗം തണുക്കുകയും ചെയ്യുമ്പോൾ കടൽ സാവധാനം ചൂടുപിടിച്ച് സാവധാനം തണുക്കുന്നു. ഇതാണ് കടൽക്കാറ്റിനും കരക്കാറ്റിനും കാരണം. കടൽക്കാറ്റ്. പകൽ സമയം കര പെട്ടെന്ന് ചൂടുപിടിക്കുന്നതിൻ്റെ ഫലമായി കരയോട് ചേർന്ന് കിടക്കുന്ന വായു ചൂടായി ഉയരുന്നു. ഇത് കരയ്ക്ക് മുകളിൽ താരതമ്യേന മർദ്ദം കുറയുന്നതിന് കാരണമാകുന്നു. താരതമ്യേന ഉയർന്ന മർദ്ദമുള്ള കടലിന് മുകളിൽ നിന്നും തീരത്തേക്ക് തണുത്ത കാറ്റ് വീശുന്നു. ഈ ഇളം കാറ്റാണ് കടൽക്കാറ്റ് എന്നറിയപ്പെടുന്നത്. കരക്കാറ്റ്. രാത്രികാലങ്ങളിൽ കര കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കുന്നത് മൂലം കരയ്ക്ക് മുകളിലെ വായു സങ്കോചിച്ച് താഴ്ന്നിറങ്ങുകയും താരതമ്യേന ഉയർന്ന മർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നു. ഇത് കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശുന്നതിനിടയാക്കും. ഇതാണ് കരക്കാറ്റ്. Monsoon is traditionally defined as a seasonal reversing wind accompanied by corresponding changes in precipitation, but is now used to describe seasonal changes in atmospheric circulation and precipitation associated with the asymmetric heating of land and sea. Monsoons are large-scale sea breezes that occur when the temperature on land is significantly warmer or cooler than the temperature of the ocean. These temperature imbalances happen because oceans and land absorb heat in different ways. Over oceans, the air temperature remains relatively stable. There are two reasons for this: because water has a relatively high heat capacity, and because both conduction and convection will equilibrate a hot or cold surface with deeper water. Oppositely, dirt, sand, and rocks have lower heat capacities, and they can only transmit heat into the earth by conduction and not by convection. Therefore, bodies of water stay at a more even temperature, while land tends to vary in temperature. During warmer months, sunlight heats both land and ocean surfaces, but land temperatures rise more quickly. As the land's surface becomes warmer, the air above it expands and an area of low pressure develops. Meanwhile, the ocean remains at a lower temperature than the land, so the air above it retains a higher pressure. This difference in pressure causes sea breezes to blow from the ocean to the land, bringing moist air inland. This moist air rises to a higher altitude over land, and then it flows back toward the ocean, completing this cycle. However, the air cools when it rises and while it is still over the land. This decreases the air's ability to hold water, causing precipitation over the land. In the colder months, the cycle is reversed.
Then the land cools faster than the oceans, and the air over the land has higher pressure than the air over the ocean. This causes the air over the land to flow to the ocean. When humid air rises over the ocean, it cools, and this causes precipitation over the oceans. So how does a monsoon wind system form over India? The Thar Desert and adjoining areas of the northern and central Indian subcontinent heats up considerably during the hot summers, causing a low-pressure area over the northern and central Indian subcontinent. To fill this void, the moisture-laden winds from the Indian Ocean rush into the subcontinent. These winds, rich in moisture, are drawn towards the Himalayas. The Himalayas then act like a high wall, blocking the winds from passing into Central Asia and forcing them to rise. As the clouds rise, their temperature drops and precipitation occurs. A. Valley and mountain winds. During the day, air on the mountain tops gets heated faster. As a result, it becomes lighter and moves upwards. The air in the valley is not very hot. The air pressure is higher in the valley region than on the mountain top. Hence, wind movements start from the valley to the mountain top. These winds are called valley winds. At night, mountain tops cool down faster, whereas the air in the valley is warmer. As a result, the air pressure near the mountain top is greater than the air pressure in the valley region. Now, winds start blowing from the mountain top towards the valley. These are called mountain winds. B. Land and sea breeze. During the day, the land in coastal areas gets heated faster than the sea water. The air on the land becomes hotter and the air pressure becomes low. On the other hand, the sea water gets heated slowly and the air there is less hot. Therefore, the air pressure is high. As a result, winds blow from the sea to the land. They are called sea breezes. At night, the land cools down faster than the sea. The air pressure is higher on land. At the same time, the air pressure on the sea is low. Therefore, winds blow from the land to the sea. They are called land breezes. Land and sea breezes are seen only in the coastal region. Besides these, there are other local winds blowing in different regions due to specific conditions. Fohn, Chinook, Bora and Lu are some examples of such other local winds. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും, സൈക്ലോൺസ് ആൻഡ് ആൻറ്റിസൈക്ലോൺസ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം ചക്രവാതങ്ങൾ എന്താണ്. അന്തരീക്ഷത്തിൽ ഒരു ഭാഗത്ത് ന്യൂനമർദ്ദവും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്നു. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ ഫലമായിട്ടാണ് ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നത്. ഇങ്ങനെ രൂപം കൊള്ളുന്ന ചക്രവാത പ്രദേശങ്ങളിലേക്ക് ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് ശക്തമായിട്ടുള്ള കാറ്റ് ചുഴറ്റി വീശുന്നതിന് കാരണമാകുന്നു. കൊറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങളുടെ കാറ്റിൻ്റെ ദിശ എന്ന് പറയുന്നത് എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ അത് ഘടികാര ദിശയിലുമാണ്. സൈക്ലോൺസ് ആർ കോസ്ഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് low atmospheric pressure at the center surrounded by the high pressure regions. അപ്പം നമുക്കറിയാം, ചുറ്റുപാടുകളെ അപേക്ഷിച്ച് കേന്ദ്രം ഭാഗത്ത് ന്യൂനമർദ്ദമാണ് രൂപം കൊള്ളുന്നത്. ഇങ്ങനെ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതിന് ഫലമായിട്ടാണ് സൈക്ലോൺ രൂപം കൊള്ളുന്നത്. അതിൻ്റെ ഫലമായിട്ട് സ്ട്രോങ് വീൽ വിൻഡ്സ് ബ്ലോ ടുവേഴ്സ് സച്ച് ലോ പ്രഷർ സെൻറ്റേഴ്സ് ഫ്രം ദ സറൗണ്ടിങ് ഹൈ പ്രഷർ റീജിയൻസ്. അതുകൊണ്ട് തന്നെ ഈ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്ന സെൻട്രൽ ഭാഗത്തേക്ക് സറൗണ്ടിങ് റീജിയനിൽ നിന്ന്, ചുറ്റുപാടുമുള്ള ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ശക്തമായ ചുഴലിക്കാറ്റുണ്ടാകുന്നതിന്, കാറ്റ് ചുഴറ്റി എറിയപ്പെടുന്നതിന് കാരണമാകുന്നു. Due to Coriolis effect,
Wind blows in the anti-clockwise direction in the northern hemisphere and clockwise direction in the southern hemisphere. ഇപ്പം കൊറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ അതിൻ്റെ ദിശ എന്ന് പറയുന്നത് എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ അത് ഘടികാര ദിശയിലുമാണ്. ബേസ്ഡ് ഓൺ ദ ക്ലൈമാറ്റിക് റീജിയൻസ് ഓഫ് ദെയർ ഫോർമേഷൻ, സൈക്ലോൺസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആൻഡ് ടെമ്പറേറ്റ് സൈക്ലോൺസ്. ഇപ്പം ഇത് കാലാവസ്ഥാ റീജിയനിൽ രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തതാണ് ട്രോപ്പിക്കൽ സൈക്ലോൺ, മറ്റൊന്നാണ് ടെമ്പറേറ്റ് സൈക്ലോൺ എന്ന പേരിലാണിത് അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള സൈക്ലോണുകൾ വളരെയധികം നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ ഡാമേജുകളും ഒക്കെ വരുത്തുന്നതിന് കാരണമായി തീരുന്നു. ഇപ്പം സൈക്ലോണിനെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്, മിക്കവാറുമൊക്കെ നമ്മൾക്ക് അനുഭവിച്ചിട്ടുള്ളതാണ് സൈക്ലോണിൻ്റെ. ഇപ്പം ഈ ഇടയ്ക്ക് നമുക്കറിയാം അറബിക്കടലിൽ ന്യൂനമർദ്ദമാണ് സൈക്ലോൺ രൂപം കൊണ്ടതിൻ്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ടതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള മഴ ലഭിച്ചത്, അല്ലെങ്കിൽ നാശനഷ്ടമുണ്ടായത്, കാറ്റ് വീശി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നതും വാർത്തകൾ വായിക്കുന്നതുമൊക്കെയാണ്. അടുത്തതാണ് അതിൻ്റെ ഡിറക്ഷൻ നിങ്ങൾക്കിവിടെ തന്നിട്ടുണ്ട്. ഇപ്പം സൈക്ലോണിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസിലും സദേൺ ഹെമിസ്ഫിയറിൽ അത് ക്ലോക്ക് വൈസിലുമാണ് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രതിചക്രവാതങ്ങൾ, ആൻറ്റി സൈക്ലോൺസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് നേരെ ഇപ്പം നമ്മൾ സൈക്ലോൺ നേരെ വിപരീതമായിട്ടാണ് ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും ചുറ്റുപാടുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് കാറ്റ് ചുഴറ്റി എറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കണ്ട് സൈക്ലോണിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലാണ് എന്തുണ്ടായിരുന്നത്, ഉച്ചമർദ്ദവും കേന്ദ്രം ഭാഗത്ത് ന്യൂനമർദ്ദവുമാണ്. ഇതിവിടെ നേരെ തിരിച്ചു വരികയാണ്. കേന്ദ്രം ഭാഗത്ത് ഉച്ചമർദ്ദവും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ ന്യൂനമർദ്ദവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്രം ഭാഗത്തു നിന്നും കാറ്റ് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലേക്കാണ് ചുഴറ്റി എറിയപ്പെടുന്നത്, വീശുന്നത്. ഇനി ഇവിടെ കൊറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ ഇതിൻ്റെ കാറ്റിൻ്റെ ദിശ എന്ന് പറയുന്നത് ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ അത് എതിർ ഘടികാര ദിശയിലുമാണ് വീശുന്നത്. Anticyclones are phenomenon where strong winds blow from the high pressure centers to the surrounding low pressure areas. അപ്പോൾ നമ്മൾ കണ്ടു കേന്ദ്രം ഭാഗത്ത് ഹൈ പ്രഷർ രൂപം കൊള്ളുന്നതിന് ഫലമായിട്ട് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ ലോ മർദ്ദമാണ്. ഈ ലോ പ്രഷർ രൂപം കൊള്ളുന്നയും ഭാഗത്തേക്ക് ഹൈ പ്രഷർ ഉള്ള കേന്ദ്രം ഭാഗത്തു നിന്ന് കാറ്റ് വീശുന്നു. ഇതാണ് ആൻറ്റിസൈക്ലോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി കൊറിയോലിസ് ഇംപാക്റ്റാൽ അതിൻ്റെ ഫലമായിട്ട് ഇത് ഉത്തരാർദ്ധഗോളത്തിൽ അതിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസിലും ദക്ഷിണാർദ്ധഗോളത്തിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസിലുമാണ് അതിൻ്റെ ദിശ എന്ന് പറയുന്നത്, അതിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ചിത്രം തന്നിട്ടുണ്ട്. ചിത്രം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാവുന്നതാണ് ആൻറ്റിസൈക്ലോണിൻ്റെ ദിശ എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസിൽ, സദേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസിലുമാണ് അതിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത്.